ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോം കുക്കിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബോട്ടി കറിയാണ്. നാടൻ പോത്തിൻ്റെ ബോട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം അത്താഴൂട്ടിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വിഭവമാണ് ബോട്ടിക്കറി. ഈ ബോട്ടിക്കറിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ, എല്ലാവരുടെയും ഫേവറേറ്റായ ഒരു കറിയാണ് ഇത്. ഈ ബോട്ടിക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു 2 കിലോ ബോട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ബീഫും ചിക്കനും കഴുകണ പോലെ അല്ല, ഒരു 5-6 തവണയെങ്കിലും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഇതിനൊരു ചാണകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അത് പോകണമെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കണം കേട്ടോ. ഇതിന് കുക്കിംഗ് ടൈം കൂടുതലാണ്. കുക്കറിലിട്ട് 10-15 വിസിലെങ്കിലും അടുപ്പിക്കണം കേട്ടോ ഇത് വേവാനായിട്ട്. പോട്ടി കുക്കറിലിട്ടതിന് ശേഷം ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ഈ പോട്ടി ഒരു കൊട്ടയിലിട്ട് വെള്ളം മുഴുവൻ വാർന്നു പോയതിന് ശേഷമാണ് കേട്ടോ ഈ കുക്കറിലേക്ക് ഇട്ടത്. അതുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു 15 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 സവോള, 2 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 തക്കാളി എന്നിവ നല്ല സ്ലൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കിലോ കായ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കായ ഇട്ടിട്ടാണ് കേട്ടോ ബോട്ടി വയ്ക്കണത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അത് ചൂടായതിന് ശേഷം നമുക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ വാട്ടിയെടുക്കാതെ. വെളുത്തുള്ളിയും ഇഞ്ചിയും വാടിയതിന് ശേഷം നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 4 ടീസ്പൂണാണ് ഒഴിച്ചേക്കണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോട്ടിയിൽ നല്ലപോലെ നെയ്യ് ഉണ്ടാവും. ഈ സവോള വാടാൻ വേണ്ടി മാത്രമുള്ള ഒരു കുറച്ച് ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ സവോള നല്ലപോലെ ഒന്ന് വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ വാടി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കാം. ഈ സവോളയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് സവോള വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. സവോള നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും ഒരു 3 തണ്ട് വേപ്പിലയും നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. തക്കാളി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. മസാല എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ച ബോട്ടി ഇട്ട് കൊടുക്കാം. ബോട്ടിയിൽ ഇപ്പോൾ കണ്ടോ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ബോട്ടി വെന്ത് വന്നപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്.
നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ആ മസാലയും ബോട്ടിയിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മസാല എല്ലാം ബോട്ടിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ബോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബോട്ടിക്കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.